Hello. Yeah. 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 Hi, Karate and Fitness tutorial പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഗ്യാങ് ഫൈറ്റ് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. ഒരുപാട് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ട്രീറ്റിലുണ്ടാകുന്നത് കൂടുതലായിട്ടും ഗ്യാങ് ഫൈറ്റ് ആണ്. ഗ്യാങ് ഫൈറ്റിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ഗ്യാങ് ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അതിലൊന്നാമതായിട്ട് വേണ്ടത് ആത്മധൈര്യമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് സെൽഫ് ഡിഫെൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓട്ടം തന്നെയാണ്. ഒന്നും അറിയാത്ത ആൾക്ക് ഒരു 4-5 ആൾ കാണുമ്പോൾ പകച്ചു പോകുന്നുണ്ടെങ്കിൽ നന്നായി ഓടുക. അതുമാത്രമാണ് ഒന്നാമത്തെ ഡിഫെൻഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സെൽഫ് ഡിഫെൻസാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിലപ്പോൾ ഉണ്ടാകുന്നത് ഇത്തരം സിറ്റുവേഷൻ ആയിരിക്കും. അതായത് ഇങ്ങനെ 4 പേര് വരുന്ന സമയത്ത് ആദ്യം ഒരാൾ, ഈ ടീമിൽ എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് ഒരാൾ ലീഡ് ചെയ്യുന്നുണ്ടാവും. അയാളെ നോക്കിയിട്ട് ആദ്യം അറ്റാക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ഇയാൾ വന്നിട്ട് നമ്മളെ തള്ളുന്നതാണെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു, കരാട്ടെ പഠിച്ച ആൾക്കാണെങ്കിൽ കിക്ക് ചെയ്യാൻ പറ്റും ഫേസിലോട്ട്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കൈ കൊണ്ട് നേരെ സോളാർ പ്ലെക്സിൽ പഞ്ച് ചെയ്താൽ മതി. ഈ സോളാർ പ്ലെക്സിൽ കൊള്ളുന്ന പഞ്ചിൻ്റെ എഫക്റ്റ് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നീക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇതായിരിക്കും സിറ്റുവേഷൻ. അതായത് ടീമിലുള്ള ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് ഓക്കെ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ഫസ്റ്റ് വരുന്ന ആൾ ഒരു പഞ്ച് കൊണ്ടിട്ട് ഇതുപോലെ താഴെ വീഴുന്ന സമയത്ത് ഒന്നിച്ചുള്ള ആൾ, സൈക്കോളജിക്കൽ മൂവാണിത്. അതായത് ഒന്നിച്ചുള്ള ആൾക്ക് 100% ധൈര്യം ബ്രേക്ക് ആവും. ഈ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ആളെ തന്നെ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ അറ്റാക്കിൽ താഴെ ഇടുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് അടുത്ത ആളെ നല്ല സ്റ്റാൻഡായി നിന്നിട്ട് നല്ല സ്ട്രെങ്ത്തിൽ നിന്നുകൊണ്ട് അടുത്തൊരാൾ അടിക്കാൻ പറ്റും. അതേപോലെ 2-3 നമുക്ക് എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. നേരത്തെ ഫൈറ്റിൽ കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഞാൻ കാണിക്കില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് വരുന്ന ആളെ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ താഴെ ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്ക് പേടി തോന്നും. ഈ സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് അടിക്കാനുള്ള ധൈര്യവും വരും. അവർക്കാണെങ്കിൽ നമ്മളെ അടിക്കാനുള്ള പേടിയും ഉണ്ടാവും. സാധാരണ സ്ട്രീറ്റിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് എല്ലാവരും ഒന്ന് ചേർന്ന് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ എന്താവും എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ട പോലെ സംഭവിക്കും. നമ്മൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ചെണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലേസിൽ നിൽക്കാണ്ട് മൂവ് ആവുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ടെക്നിക്കൊക്കെ കാണിച്ചു തരാം. ഇത്തരം സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാണ്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുക. ഇത് തന്നെ സ്ലോ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നുള്ളത്. ഇയാളെ കൈയോ മറ്റും പിടിച്ചിട്ട് സ്പോട്ടിൽ തന്നെ വലിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റാം. അടുത്ത ആൾ വരുന്നുണ്ട്, മാറുന്നു. ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുക. ഒരേ പ്ലേസിൽ നിൽക്കാതെ നമ്മളെ വളഞ്ഞുകൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ 4 പേർ ചേർന്ന് ഇത്തരം സിറ്റുവേഷനിൽ ഇങ്ങനെ റൗണ്ടായി നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഒഴിഞ്ഞു മാറാം. അതേപോലെ ഉള്ളിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണ് 4 ആളുള്ളത്. ഫസ്റ്റ് എപ്പോഴും ഈ ഒരു ടാർഗറ്റ് ഫോക്കസ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ലിസ്റ്റിലുണ്ടാണ്. ഈ 4 ആളും ഏത് മൂവാണെന്നുള്ളത് മൈൻഡിൽ വേണം. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മാർഷൽ ആർട്ട് അറിയുന്ന ആൾക്ക് ഇതുപോലെ കിക്ക് ചെയ്യാനൊക്കെ പറ്റും. അതല്ല എങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഉള്ളിൽ കൂടി പോയി മൂവ് ആയിക്കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇങ്ങനെയാണുള്ളത്. നമ്മളെപ്പോഴും ഇതുപോലെ റൗണ്ടിൽ മൈൻഡ് വേണം. ഈ സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാണ് ഫസ്റ്റ് കിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആൾക്ക് പഞ്ച് ചെയ്യാം. ഈ സമയത്ത് ഇങ്ങനെ ആവും. ഇനിയുള്ളത് 2 ആളാണ്. ഇതിലാരാണ് മുമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നോക്കിക്കൊണ്ട് ചെയ്താൽ മതി. ഇയാളാണ് വരുന്നതെങ്കിൽ സൈഡ് കിക്കോ അല്ലെങ്കിൽ പഞ്ചോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ വരുന്നത് ഇയാളാണ് കിക്ക് ചെയ്യാം.
ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഗ്യാങ് ഫൈറ്റിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതാണ്. അതായത് 3 സിറ്റുവേഷനും നമ്മൾ കാണിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ട്രീറ്റിൽ വരുന്നത് രണ്ടാമത്തെ ഒരു സ്റ്റൈലായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട രീതികളും എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും കമൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിനെ ക്ലിയർ ചെയ്തു. ഇന്ന് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടായത് ഇർഫാൻ, സിൽഹാൻ, സഫ്വാൻ, ഷംസുദ്ദീൻ, ഹമീദ്, ഇർഷാദ്, ഈ 6 പേരാണ് എൻ്റെ കൂടെ സഹകരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസിഡൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ബൈ. വീട് കടിക്കൂ. ലൈറ്റ് വെച്ചോ. ഇങ്ങോട്ടല്ലേ പോകത്തില്ല, ഇങ്ങോട്ടേക്ക് പോകത്തില്ല. ബൈ. ഇത് ഏറ്റവും എൻ്റെ പേര് ഭാഷയാണ് ചേച്ചി. വെച്ചോ. हेलो, तेरी आंखों के खजाना में छुपाता मुसाफिर का दर और तेरे दिल के खजाना പോരാ 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 വില്ലന് ഇല്ല അത്ര കൊണ്ടിട്ടൊന്നുമില്ല. ഇല്ല അത് എക്സോഗ്രേഷൻ. പിന്നെ ഇതാ അവാർഡ് കൊടുക്കണ്ടേ. ഓക്കെ, സെറ്റല്ലേ? ചേർന്ന് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ, ഇത്തരം സിറ്റുവേഷനിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ എന്താവുന്നുള്ളത് കാണിച്ചാൽ ആദ്യം നിർത്തണ്ട. എന്നിട്ട് ഞാൻ നിൽക്കും ഇങ്ങനെയായിട്ട് ചെണ്ടാന്ന് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അറിയാത്തൊരു ടെക്നിക്ക് കൂടി കാണിച്ചു തരാം. അതായത് നമ്മൾ എല്ലാ എപ്പിസോഡിലും ചെല്ലുന്നു, പക്ഷേ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒക്കെ വരുന്നുണ്ട്.